നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരം പകർച്ചവ്യാധി ഭീതിയിൽ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച പരാതികളിൽ 5917 എണ്ണം പരിഹരിച്ചു. ഒരാഴ്ചയ്ക്കകം അപേക്ഷകൾ മുഴുവനായും തീർപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തി. അന്തരിച്ച മുൻ MLA കെ കുഞ്ഞിരാമന്റെ പിലിക്കോട്ടെ വസതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം കാസർകോട്ട് തെളിവെടുപ്പ് നടത്തി. സർക്കാർ ഓഫീസിലെ വിവരങ്ങൾ പൗരന്മാർക്ക് നൽകുന്നതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നതായി അബ്ദുൽ ഹക്കീം. കുട്ടികളുടെ ബിനാലെയൊരുക്കി കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത്. എക്സൈസ് വിമുക്തി മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ബിനാലെയൊരുക്കിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരം പകർച്ചവ്യാധി ഭീതിയിൽ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് താൽക്കാലിക മാലിന്യ ടാങ്ക് സ്ഥാപിച്ചിരുന്നു. ഈ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് മലിനജലം ഒഴുകുന്നതാണ് നഗരത്തെ പകർച്ചവ്യാധി ഭീതിയിലാക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലെ ഹോട്ടലുകളിലെയും മറ്റ് കടകളിലെയും മലിനജലമെല്ലാം ബസ് സ്റ്റാൻഡ് പരിസരമാകെ ഒഴുകിപ്പറന്ന നിലയിലാണ്. യാത്രക്കാരും വ്യാപാരികളും ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികളും കടുത്ത ദുർഗന്ധം കാരണം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ആദ്യം നഗരസഭയിലും പിന്നീട് ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ നടപടിയുണ്ടായില്ല. ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവഴിച്ച് കുമ്മായമിട്ടാണ് ദുർഗന്ധത്തിൽ നിന്നും രക്ഷ നേടുന്നതെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പറഞ്ഞു. ഇന്നേക്ക് 1 മാസത്തിന് മുകളിലായി ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത്. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ബസ് കയറാൻ വരുന്ന ആൾക്കാർ മുതൽ എല്ലാ ആൾക്കാരും ഈ വെള്ളം, കുട്ടികളടക്കം സ്കൂൾ കുട്ടികളടക്കം ഈ വെള്ളം ചവിട്ടിയിട്ടാണ് വരുന്നില്ലത്. ഇപ്പോഴും ഇതിന് വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് നമ്മൾ ഹെൽത്തിൽ കൊടുത്തു, പിന്നെ കളക്ട്രേറ്റിൽ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, ശുചിത്വ മിഷനിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുക്കേണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി കൊടുത്തിട്ടായി. ഇന്ന് വരെ ഒരു നടപടിയും ഈ ആരും സ്വീകരിച്ചിട്ടില്ല. ഇത് അല്ല, നമ്മളെ പോലത്തെ ടാക്സിക്കാർ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓട്ടോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകുന്നു. നമ്മൾ സഹിക്കുക. നമ്മൾ അസുഖം കൊണ്ട് ഇപ്പോൾ 2-3 നാൾ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. ഇതേ പ്രശ്നത്തിൻ്റെ പേര് വൈകുന്നേരം കൊതുക് ഇരുന്നിട്ട് അത് വന്നിട്ട് കടിച്ചിട്ട് അസുഖമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇത് നമ്മൾ ഇനി സഹിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ വേറെന്ത്? ആരാണ് ഇതിന് ഇത് ചെയ്യേണ്ടത്? മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേ വരുന്നില്ല. പരാതിയെ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ നേരത്തെ മാലിന്യ ടാങ്കിൽ നിന്ന് ഒരു തവണ മലിനജലം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ടാങ്ക് പെട്ടെന്ന് നിറയുകയാണ്. ഓരോ ദിവസവും മലിനജലം നീക്കിയാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതരാകട്ടെ പരിഹാരം ചോദിച്ചാൽ കൈമലർത്തുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാസർഗോഡ് നഗരം വലിയൊരു പകർച്ചവ്യാധി കേന്ദ്രമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പകർച്ചവ്യാധി ഭീഷണിയിലാണ് നഗരം. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കിക്കും ചേതൻ കുമാറിനുമൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച 14704 അപേക്ഷകളിൽ തീർപ്പാക്കിയത് 5917 എണ്ണം മാത്രം. ജില്ലാ വികസന സമിതി യോഗത്തിന് മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ ഒരാഴ്ചയ്ക്കകം അപേക്ഷകൾ മുഴുവനായും തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നിർദ്ദേശം നൽകി. നവകേരള സദസ്സിൽ ജില്ലയിൽ 14704 അപേക്ഷകൾ ലഭിച്ചതിൽ 5917 അപേക്ഷകൾ തീർപ്പാക്കി. 4072 അപേക്ഷകൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണ്. 4715 അപേക്ഷകൾ അന്തിമഘട്ടത്തിലാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലഭിച്ച 2005-ൽ 687, കാസർഗോഡ് മണ്ഡലത്തിൽ ലഭിച്ച 3477-ൽ 1177, ഉദുമ മണ്ഡലത്തിൽ ലഭിച്ച 3744-ൽ 1636, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ലഭിച്ച 2892-ൽ 1216,
തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ലഭിച്ച 2590-ൽ 1201 അപേക്ഷകളാണ് തീർപ്പാക്കിയത്. ജില്ലാ വികസന സമിതി യോഗത്തിന് മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകൾ മുഴുവനായും ഒരാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. കൂടുതൽ അപേക്ഷകൾ തീർപ്പാക്കാനുള്ള റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ അവലോകന യോഗം ജനുവരി 5-ന് ചേരുമെന്നും അതിനു മുൻപേ തന്നെ അപേക്ഷകൾ തീർപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാന്തപുരം വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് ചട്ടഞ്ചാലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ AP വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തി. കാന്തപുരം വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത 100ാം വാർഷിക ആഘോഷങ്ങളുടെ പ്രഖ്യാപനം കാന്തപുരം അബൂബക്കർ നിർവഹിച്ചു. 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 3 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും പദ്ധതികളും സമ്മേളനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചു. ദേശീയ തലത്തിൽ മുസ്ലിം സാമുദായിക അസ്തിത്വം സംരക്ഷിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സുന്നി സംഘടനകളുമായി ചേർന്നുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. പരസ്പരം അനാവശ്യ വിമർശനങ്ങളും വാഗ്വാദങ്ങളും നടത്തുന്നത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണമെന്നും സുന്നികളുടെ ഐക്യമാണ് ലക്ഷ്യമെന്നും കാന്തപുരം പറഞ്ഞു. സമസ്ത കാന്തപുരം വിഭാഗം പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഹാസമ്മേളനത്തിൽ സമസ്തയുടെ 40 കേന്ദ്ര മുശാവറ അംഗങ്ങൾക്ക് പുറമെ വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും കർണാടകയിൽ നിന്നും നിരവധി പ്രവർത്തകരാണ് പ്രഖ്യാപന സമ്മേളനത്തിന് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്തരിച്ച മുൻ MLA കെ കുഞ്ഞിരാമന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. പിലിക്കോട്ടെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. 2 തവണ തൃക്കരിപ്പൂർ MLA ആയിരുന്ന കെ കുഞ്ഞിരാമന്റെ പിലിക്കോട്ടെ വസതിയായ മാനവീയത്തിൽ എത്തിയ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ഏറെ നേരം ചിലവഴിക്കുകയും ചെയ്തു. CPM കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന കെ കുഞ്ഞിരാമന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭാര്യ സരോജിനിയും കുടുംബാംഗങ്ങളും സ്വീകരിച്ചു. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, മുൻ MP P കരുണാകരൻ, M രാജഗോപാലൻ MLA, ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ, K പ്രഭാകരൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം കാസർഗോഡ് കളക്ടറേറ്റിൽ തെളിവെടുപ്പ് നടത്തി. സർക്കാർ ഓഫീസിലെ വിവരങ്ങൾ പൗരന്മാർക്ക് നൽകുന്നതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പരിഗണിച്ച 10 കേസുകളിൽ മിക്കവയും വിവരം ഓഫീസിലുണ്ടായിട്ടും കൊടുക്കാതിരുന്നതാണ്. അത്തരം വിവരങ്ങൾ കമ്മീഷൻ്റെ സാന്നിധ്യത്തിൽ തൽക്ഷണം വാങ്ങി നൽകാനും നൽകേണ്ടി വന്നു. ഈ പ്രവണത ഇത് കാണിക്കുന്നത് വിവരം ഫയലിൽ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ ഓഫീസർമാർ സന്നദ്ധരായിരുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിവരം നൽകാതിരുന്നവർ ഇനിയും ഇത്തരം സമീപനവുമായി മുന്നോട്ട് പോയാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ കൂടി പ്രതീക്ഷിച്ചു കൊള്ളണം എന്നാണ് കമ്മീഷന് പറയാനുള്ളത്. ഉദ്യോഗ നിയമനങ്ങളിൽ ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ഇഷ്ടക്കാരെ നിയമിക്കുകയും ബാക്കിയുള്ളവർക്ക് ആ നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റിന് താഴെ ലഭിച്ച മാർക്കിന് താഴെ കുറേ മാർക്കുകളുടെ ടോട്ടൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് ലിസ്റ്റ് ഇടുന്ന പ്രവണതയുണ്ട്. എന്നാൽ ഓരോ കാൻഡിഡേറ്റിനും, ഓരോ ഉദ്യോഗാർത്ഥിക്കും ഓരോ സെഗ്മെൻറ്റിലും കിട്ടിയ മാർക്കും ആ മാർക്കിൻ്റെ ടോട്ടലിലേക്ക് എത്തിയതിൻ്റെ വിശദീകരണവും അഥവാ സ്പ്ലിറ്റ് ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. അത് കൊടുക്കുക തന്നെ വേണം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു കാൻഡിഡേറ്റിന് ഇങ്ങനെ അർഹമായ മാർക്ക് ലഭിച്ചില്ല എന്ന പരാതിയിൽ കമ്മീഷൻ നേരത്തെ അങ്ങനെ വിധിക്കുകയും ആ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് അവർ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ കേസ് തന്നെ കുസാറ്റിലുണ്ടായിട്ടുണ്ട്. കുസാറ്റിലും ആ കാൻഡിഡേറ്റിന് കിട്ടിയ മാർക്കിൻ്റെ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് ലഭ്യമാക്കിയിട്ടുണ്ട്. കമ്മീഷൻ ഇടപെട്ടാണ് ലഭ്യമാക്കിയത്. അതുപോലൊരു പ്രശ്നമാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്നുണ്ടായത്. സ്ഥാപനത്തെക്കുറിച്ചോ സ്ഥാപനത്തിൻ്റെ മേധാവികളെക്കുറിച്ചോ ഇപ്പോൾ നമ്മൾ മീഡിയയിൽ പറയുന്നില്ല. പക്ഷേ അവർ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് തന്നെ നമ്മൾ ഉത്തരവായിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 4 പറയുന്നതനുസരിച്ച് എല്ലാ ഓഫീസുകളും അവിടെയുള്ള വിവരങ്ങൾ സ്വമേധയാ പബ്ലിഷ് ചെയ്യണമെന്നാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് വീണ്ടും കമ്മീഷണറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വമേധയാ വിവരം കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ
ഫയലിലുള്ള വിവരം കൊടുക്കാതിരിക്കുകയും കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ട് പിന്നെയും കൊടുക്കാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. കുട്ടികളുടെ മിനാലയൊരുക്കി കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് എക്സൈസ് വിമുക്തി മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ബിനാലയൊരുക്കിയത്. കുട്ടികളുടെ ഓരോ സർഗസൃഷ്ടികളും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. നവമാധ്യമ സ്വാധീനം കുട്ടികളിലെ സർഗവാസനകളെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മാരകലഹരിയിലേക്ക് വഴിമാറാതെ ശരിയായ ദിശയിലേക്ക് അവരെ നയിക്കുകയെന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് ബിനാലയൊരുക്കിയിരിക്കുന്നത്. ഓല, മുള, ചിരട്ട, പാള, കളിമൺ, പേപ്പർ, പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക്, ചിത്രം, കൊളാഷ്, സ്കിറ്റ്, അഭിനയം എന്നീ മേഖലകളിലായി 17 വാർഡുകളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തി പരിശീലനം നൽകിയിരുന്നു. ഈ കുട്ടികൾ ബിനാലയിൽ തങ്ങളുടെ മികവ് പ്രദർശിപ്പിച്ചു. ക്രിസ്തുമസ് അവധി നാളുകളിൽ ഒരു ഗ്രാമപഞ്ചായത്താകെ കുട്ടികൾക്കൊപ്പം നിന്ന് അവരുടെ സർഗശേഷി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ CDS, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ ക്രിയാത്മക ഇടപെടലിൽ ബിനാലെ നാടിന്റെ ഉത്സവമായി മാറി. ജീവിതമാണ് ലഹരി എന്ന പ്രമേയം മുൻനിർത്തിയുള്ള ബിനാലെ മികച്ച ബോധവൽക്കരണമായും മാറി. പഞ്ചായത്തിൽ നിന്നുണ്ടായിട്ടുള്ള സഹകരണം, പ്രത്യേകിച്ചും പഞ്ചായത്തിലെ പ്രസിഡന്റ്, അവിടുത്തെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ മെമ്പർമാർ, അതുപോലെ തന്നെ അവിടുത്തെ വികസന കാര്യങ്ങൾ നോക്കുന്ന ശ്രീ രാമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെയധികം പിന്തുണ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് വളരെ അതുപോലെ തന്നെ CDS, കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ, ADS അംഗങ്ങൾ, CDS അംഗങ്ങൾ എല്ലാവരുടെയും മറ്റ് വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളുടെ സഹകരണം എല്ലാം നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. നാടൻപാട്ട് കലാകാരൻ ഉദയൻ കുണ്ടംകുഴി, H. ശങ്കരൻ, ലോഹിതാക്ഷൻ, ഗോപാലകൃഷ്ണൻ കൊളത്തൂർ തുടങ്ങിയവരായിരുന്നു ബിനാലയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ഉദയൻ കുണ്ടംകുഴിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നാടൻപാട്ടും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ TE അബ്ദുള്ള സ്മാരക പുരസ്കാരം പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിന് സമ്മാനിച്ചു. ചെർക്കളയിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പുരസ്കാരം സമ്മാനിച്ചു. ചെർക്കള മുസ്ലിം ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റ് TE അബ്ദുള്ളയുടെ ഓർമ്മയ്ക്കായി കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ TE അബ്ദുള്ള സ്മാരക പുരസ്കാരം ഗോപിനാഥ് മുതുകാടിന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സമ്മാനിച്ചു. 50,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ലോകത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി, ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസ് അക്കാദമി, ആദ്യത്തെ മാജിക് മ്യൂസിയം, മാജിക് പ്ലാനറ്റ് എന്നിവ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് മുതുകാട് സാർ അവറുകളാണ്. 995 ഹാരി ഗൗഡിയുടെ 994 ആക്ടിങ്ങിന്റെ ശൈലിയിൽ രക്ഷപ്പെടൽ ആക്ട് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മാന്ത്രികനായി അദ്ദേഹം മാറി. ലോകമറിയപ്പെടുന്ന മജീഷ്യനായിരിക്കുമ്പോഴും ആ കുപ്പായം അഴിച്ചുവെച്ചപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് മുതുകാടിൻ്റെതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ന് ഏറ്റവും മഹത്തായ പ്രവർത്തനം നിരാലംബരായ, ശേഷിയില്ലാത്ത, ഭിന്നശേഷിക്കാരായ, കൈത്താങ്ങ് വേണ്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. അതിനല്ലാതെ വേറെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അവരനുഭവിക്കുന്ന, രക്ഷിതാക്കൾ അനുഭവിക്കുന്ന, നോക്കുന്നവരനുഭവിക്കുന്ന, സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന പരാധീനതകൾ ഒക്കെ എത്ര വലുതാണ്. ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും നമ്മളൊക്കെ കൂടി ഒരുമിച്ച് നോക്കിയാൽ മാത്രമേ ഈ നിരാലംബരായ ജീവിതങ്ങളെ നമുക്ക് കരുപ്പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ മുതുകാട് നടത്തുന്ന പ്രവർത്തനത്തിന് കാസർഗോഡ് ജില്ലയിൽ നല്ല കയ്യടി കിട്ടും, നല്ല സപ്പോർട്ട് കിട്ടും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഭിന്നശേഷി കുട്ടികൾക്ക് രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള തെറാപ്പി സംവിധാനങ്ങളും ആശുപത്രികളും അടക്കമുള്ള സമുച്ചയം നീലേശ്വരം മടിക്കയിൽ സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നമെന്നും ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കാനുള്ള ചിന്ത മനസ്സിലെത്തിയത് കാസർഗോഡ് നിന്നാണെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കവേ മുതുകാട് പറഞ്ഞു. ഇവിടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കാസർഗോഡ് മടിക്കയിൽ ചില മനുഷ്യസ്നേഹികളുടെ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 20 ഏക്കർ ലാൻഡ് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. 20 ഏക്കർ ലാൻഡ് ട്രസ്റ്റിൻ്റെ പേരിൽ, ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാത് കംപ്ലീറ്റ് അവിടെ വെയിലത്തായിരുന്നു. സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ, ഈ മക്കൾക്ക് ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ, മറ്റ് രാജ്യങ്ങളിൽ കണ്ട ആ മാതൃകയിൽ ഒരു വലിയ സമുച്ചയം നമുക്കുണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് സ്വപ്നം. പാരാലിമ്പിക്സിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുവാനും, ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുവാനും,
അക്വാ തെറാപ്പിയും റോബോട്ടിക്സും ഉപയോഗിച്ചുകൊണ്ടുള്ള തെറാപ്പി സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലൊരു സമുച്ചയം ഉണ്ടാക്കണമെന്നുള്ള സ്വപ്നവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ NE നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, ട്രഷറർ PM മുനീർ, പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ് മുനിയൂർ, ചെർക്കള മാർത്തോമ വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി, ദുബായ് KMCC ചെയർമാൻ യഹിയ തളങ്കര, KEA ബക്കർ, ബഷീർ വെള്ളിക്കൊത്ത്, കാപ്പിൽ മുഹമ്മദ് പാഷ, MP ഷാഫി, TA ഷാഫി, AM ഖാദർ, TP കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈക്ക AKMM AUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സംഗമം സ്നേഹസന്ധ്യ നാടിന്റെ ഉത്സവമായി. സാംസ്കാരിക സമ്മേളനം ബേക്കൽ DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 1955 മഹാനായ ഏവന്തൂർ കൃഷ്ണമണിയാണി സ്ഥാപിച്ച ഈ സ്കൂളിൽ അന്നു തൊട്ടിങ്ങോട്ട് പഠിച്ചു പുറത്തിറങ്ങിയവരുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ 7 വർഷത്തോളമായി വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നുണ്ട്. സംഘടനയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടി നടത്തിയത്. സാംസ്കാരിക സമ്മേളനം ബേക്കൽ DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഴയ കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അമ്മാവന്മാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയ കുടുംബങ്ങളായിരുന്നു. എല്ലാവരുടെയും വേദനകൾ കേൾക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാനും നമുക്ക് സമയമുണ്ടായിരുന്നു എന്നാണ് ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അന്യൻ്റെ വ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ക്ഷമയോടെ അത് കേൾക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അന്ന് നമുക്ക് എല്ലാവർക്കും സമയമുണ്ടായിരുന്നു. OSA പ്രസിഡന്റ് ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ചിത്രകുമാരി, ഗിരീശൻ, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ റസാഖ് പൈക്ക, ഹെഡ്മാസ്റ്റർ ശശി മുല്ലച്ചേരി, മാനേജർ നിത്യൻ നെല്ലിത്തല, ചെങ്കള പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സുനിത, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ പൈക്കം ഭാസ്കരൻ, B മൊയ്തീൻ കുഞ്ഞി, CH അബ്ദുള്ള കുഞ്ഞി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം സ്വാഗതവും രാധാകൃഷ്ണ നായക് നന്ദിയും പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പാട്ടുവീട് സംഗീത കുടുംബത്തിന്റെ ഗാനനിശയും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കരിമുകില ബാനിനല്ലേ ಮಿಂಚರಲೋ ತಾರೆಗಳುಮಯ್ಯ ಬಳಸಿ ಜುಮ್ಮೆನ್ನಲು. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വ്യക്തിത്വ വികസന ക്ലാസ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെറുപ്പത്തിൽ അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പം നമ്മൾ പത്രത്തിലൊരു കാര്യം കണ്ട് ഒരു കൗതുകം തോന്നി, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മൾ ലൈബ്രറികളിലൊക്കെ പോയി അത് റെഫർ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തറിവും എന്തൊരു കാര്യവും ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് അവഗാഹം വേണം, ഒരു പുതിയ സ്കില്ല് പഠിക്കണം, അതൊക്കെ നിങ്ങളുടെ തന്നെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സോ അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ അതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ചേരുന്ന രീതിയിൽ രൂപപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കണം. തീർച്ചയായിട്ടും ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ അതിന് വളരെ നല്ലൊരു മാതൃകയാണ്. ക്ലബ് പ്രസിഡന്റ് ME നാസർ അധ്യക്ഷത വഹിച്ചു. JCS രാജ്യാന്തര പരിശീലകൻ V വേണുഗോപാലൻ, JN കാടകം, പ്രൊഫസർ ഗോപിനാഥൻ, വിനോദ് കുമാർ, സോൺ ചെയർപേഴ്സൺ PV മധുസൂദനൻ, നിഹാര മധു, വിനോദ് പാലോത്ത് എന്നിവർ സംസാരിച്ചു. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി സുകുമാരൻ നായർ സമ്മാന വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രതീക്ഷയുടെ പിറവിയെടുത്ത പുതുവർഷത്തെ വരവേൽക്കാൻ തൃക്കരിപ്പൂർ പ്രസ് ഫോറം കുടുംബസംഗമം നടത്തി. കൗവായി കായലിലെ ഹൗസ് ബോട്ടിൽ നടത്തിയ പുതുവത്സരാഘോഷം മുതിർന്ന മാധ്യമപ്രവർത്തകൻ VT ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കായലിലെ ഓളപ്പരപ്പിലെ ഹൗസ് ബോട്ടിൽ കുട്ടികളും മുതിർന്നവരും ഒത്തുചേർന്ന് പാട്ടുകൾ പാടിയും നൃത്തം ചവിട്ടിയും കുട്ടികൾക്ക് മത്സരങ്ങളൊരുക്കിയും പുതുവത്സരാഘോഷം വേറിട്ടതാക്കി. മാധ്യമപ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിട്ട പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് കൂടിയായ VT ഷാഹുൽ ഹമീദ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
പ്രസ് ഫോറം പ്രസിഡന്റ് പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉറുമീസ് തൃക്കരിപ്പൂർ, ട്രഷറർ കെ വി സുധാകരൻ, വൈസ് പ്രസിഡന്റ് എം പി ബിജീഷ്, ജോയിന്റ് സെക്രട്ടറി എ ജി ഷാക്കിർ, രാഘവൻ മാണിയാട്ട്, എ മുകുന്ദൻ, ഇബ്രാഹിം തൃക്കരിപ്പൂർ, ഇ പി വത്സരാജ്, രജീഷ് കുളങ്ങര, TMC മുഹമ്മദ്, ഉദിനൂർ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. NSS വോളണ്ടിയർമാർ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊരുക്കിയ സ്നേഹാരാമം നാട്ടുകാരുടെ ഹൃദയാരാമമായി മാറി. 4 സ്കൂളുകളിലെ 200-ൽ പരം വോളണ്ടിയർമാരാണ് സ്നേഹാരാമം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചും സ്നേഹാരാമങ്ങൾ നിർമ്മിച്ചും നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പുകൾ സമാപിച്ചു. വിവിധ സ്കൂളുകളുടെ നേതൃത്വത്തിലുള്ള NSS വളണ്ടിയർമാർ മറ്റ് സ്കൂളുകളിലെത്തിയാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത്തവണ NSS സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ സ്നേഹാരാമങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാടുമൂടിയും വള്ളിപ്പടർപ്പുകൾ വളർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് 4 സ്കൂളുകളിൽ നിന്നെത്തിയ NSS വളണ്ടിയർമാർ നിർമ്മിച്ച സ്നേഹാരാമം കാഴ്ചക്കാരുടെ ഹൃദയാരാമമായി മാറി. കല്ലുകൾ ഉപയോഗിച്ചും സിമന്റ് തൂണുകൾ നിർമ്മിച്ചും ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയാണ് സ്നേഹാരാമം പണിതത്. പലതരത്തിലുള്ള പൂച്ചെടികളും നട്ടുപിടിപ്പിച്ച NSS വളണ്ടിയർമാർ നിർമ്മിതികൾക്ക് നിറം നൽകി മോടി കൂട്ടുകയും ചെയ്തു. മറ്റ് പ്രവർത്തനങ്ങൾക്കിടയിലാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടമൊരുക്കിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തായ്നേരി SBTHS സ്കൂൾ, കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലെ NSS വളണ്ടിയർമാരാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. യുവജനങ്ങളായ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച പൂന്തോട്ടം ആളുകളെ ആകർഷിക്കുന്നതായി മാറിയിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജോർജ് കുട്ടി തോമസ് മാടപ്പള്ളിയുടെ പ്രഥമ കാവ്യസമാഹാരം കാവൽ മാലാഖ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മംഗലാപുരം ശ്രീനിവാസ കോളേജ് മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറും സെന്റ് അലോഷ്യസ് കോളേജ് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറുമായ ജോർജ് കുട്ടി തോമസ് മാടപ്പള്ളിയുടെ പ്രഥമ കാവ്യസമാഹാരം കാവൽ മാലാഖയുടെ പ്രകാശനം തൃക്കരിപ്പൂർ MLA M രാജഗോപാൽ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സമാഹാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ കരിമ്പിൽ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. പാക്കം മാധവൻ സ്വാഗതം പറഞ്ഞു. കൂക്കൽ ബാലകൃഷ്ണൻ, MP രാജൻ, GG കുന്നപ്പള്ളി, T മുഹമ്മദ് അസ്ലം, JN മാങ്ങാട്, N ഗംഗാധരൻ, P പ്രവീൺകുമാർ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് ജോർജ് കുട്ടി തോമസ് മാടപ്പള്ളി മറുപടി പ്രസംഗം നടത്തി. ജനകീയ ആരോഗ്യ സമിതി ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. ജനകീയ ആരോഗ്യ സമിതി സംസ്ഥാന കൺവീനർ കല്ലറ മധു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ഔഷധ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും കോർപ്പറേറ്റ് അനുകൂലവുമായ നയങ്ങൾ നിർത്തലാക്കുക, ഔഷധങ്ങളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും GST പൂർണ്ണമായും ഒഴിവാക്കുക, ഔഷധങ്ങളുടെ വില ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ ആരോഗ്യ സമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് മഹാകവി P സ്മാരക ഹാളിൽ നടന്നു. ജനകീയ ആരോഗ്യ സമിതി സംസ്ഥാന കൺവീനർ കല്ലറ മധു ഉദ്ഘാടനം ചെയ്തു. KGNA സംസ്ഥാന കമ്മിറ്റി അംഗം പവിത്രൻ PV, KGOA ജില്ലാ സെക്രട്ടറി രാഘവൻ KV, A മാധവൻ എന്നിവർ സംസാരിച്ചു. ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ ഭാനുപ്രകാശ് K അധ്യക്ഷനായി. ജനകീയ ആരോഗ്യ സമിതി കൺവീനർ മനോജ് P സ്വാഗതവും ലതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 7ാം വാർഷികാഘോഷം കെങ്കേമമാക്കി പൈരടുക്കം പ്രിസം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും മാജിക് ഷോയും ശ്രദ്ധേയമായി. പൈരടുക്കം പ്രിസം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 7ാം വാർഷികാഘോഷം വിസ്മയം 2023 മേലെടുക്കത്ത് വെച്ച് സംഘടിപ്പിച്ചു. പ്രദേശത്തെ മുതിർന്നവരും കുട്ടികളും ചേർന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ക്ലബിന്റെ വാർഷികോദ്ഘാടനം നടത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത K മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ M കുഞ്ഞമ്പൂ പൊതുവാൾ, തിടമ്പ് നൃത്ത കലാകാരൻ, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ അവാർഡ് 2014, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, പ്രഥമ സംസ്ഥാന ക്ഷേത്ര കലാ അക്കാദമി പുരസ്കാര ജേതാവുമായ പുതുമന ഗോവിന്ദൻ നമ്പൂതിരി, പ്രദേശത്തെ മുതിർന്ന കർഷകനും കാഞ്ഞങ്ങാട് നഗരസഭ 8ാം വാർഡ് കർഷകശ്രീ അവാർഡ് ജേതാവുമായ ശ്രീധരൻ വട്ടക്കുണ്ട്,
ക്ലബ് FM റേഡിയോ ജോക്കി സംസ്ഥാന ഷോർട്ട് ഫിലിം അവാർഡ് ജേതാവും സിനിമാ താരവുമായ അൻറൂപ് പി, സിനിമാ താരം വിസ്മയ ശശികുമാർ, 2023 സംസ്ഥാന സ്കൂൾ ഗെയിംസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ 27 കിലോ വിഭാഗം വെള്ളി മെഡൽ ജേതാവ് അദ്വൈത് വേണുഗോപാൽ എന്നിവരെ ആദരിച്ചു. ADS ചെയർപേഴ്സൺ KV കാർത്യായനി, പൈരടുക്കം ടാഗോർ കലാകേന്ദ്രം സെക്രട്ടറി M ചന്ദ്രൻ, മേലടുക്കം പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി മുകേഷ്, പ്രതീക്ഷ പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി രാകേഷ് വി, പ്രിസം വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി JNG എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് MK അധ്യക്ഷനായി. സെക്രട്ടറി അശോകൻ V സ്വാഗതവും അഡ്വക്കേറ്റ് സഞ്ജി N തെക്കേടത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും മാജിക് ഷോയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അകാലത്തിൽ മരണമടഞ്ഞ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണനെ വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി പ്രവർത്തകർ അനുസ്മരിച്ചു. ക്ലബ് രക്ഷാധികാരി P മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അകാലത്തിൽ മരണമടഞ്ഞ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണനെ വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി പ്രവർത്തകർ അനുസ്മരിച്ചു. നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി ഹാളിൽ നടന്ന പരിപാടി ക്ലബ് രക്ഷാധികാരി P മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യങ്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. K ഗോപി അധ്യക്ഷനായി. P ജയചന്ദ്രൻ, ദിനേശൻ മാസ്റ്റർ, VV ശശിധരൻ, K സുനിൽകുമാർ, K സന്തോഷ്, S ഗോവിന്ദരാജ്, T ആതിര എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KT ചന്ദ്രൻ സ്വാഗതവും സർഗവേദി സെക്രട്ടറി വിനീഷ് ബാബു നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരം പകർച്ചവ്യാധി ഭീതിയിൽ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച പരാതികളിൽ 5917 പരിഹരിച്ചു. ഒരാഴ്ചയ്ക്കകം അപേക്ഷകൾ മുഴുവനായും തീർപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തി. അന്തരിച്ച മുൻ MLA K കുഞ്ഞിരാമന്റെ പിലിക്കോട്ടെ വസതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A അബ്ദുൽ ഹക്കീം കാസർകോട്ട് തെളിവെടുപ്പ് നടത്തി. സർക്കാർ ഓഫീസിലെ വിവരങ്ങൾ പൗരന്മാർക്ക് നൽകുന്നതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നതായി അബ്ദുൽ ഹക്കീം. കുട്ടികളുടെ ബിനാലെയൊരുക്കി കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത്. എക്സൈസ് വിമുക്തി മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ബിനാലെയൊരുക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.